ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തിലെ 205-ാമത്തെ ദിവസം ആണ്. ഈ മാസത്തെ 23-ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം: യേശുവിൻ്റെ കുരിശുമരത്തിലേക്ക് നോക്കിയവന് രക്ഷ ഉണ്ട്. യേശുവിൻ്റെ കുരിശുമരത്തിലേക്ക് നോക്കിയവന് രക്ഷ ഉണ്ട്. ഇന്ന് 576-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. യേശുവിൻ്റെ പീഡാനുഭവം, ക്രൂശാരോഹണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയുടെ സമഗ്രവും ഏകവുമായ പ്രതീകമാണ് കുരിശ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ മൗലിക പ്രമാണങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത് കുരിശിന്റെ അടിത്തറയിലാണ്. കാൽവറിയിൽ പ്രകാശം പരത്തിയ സ്നേഹം, ത്യാഗം, ക്ഷമ എന്നിവയോടുള്ള താതാത്മ്യമാണ് കുരിശിന്റെ വഴിയിൽ അനുദിനം വെളിപ്പെടുന്നത്. കാൽവറി കുരിശിലെ പ്രാണാർപ്പണം വിസ്മയനീയവും ദൈവീക രഹസ്യം നിറയുന്നതുമായിരുന്നു. മുൾക്കിരീടം ധരിച്ച് കുരിശ് തോളിൽ വഹിച്ച് കാൽവറിയിൽ കയറിയ യേശുവിൻ്റെ കൈകളും കാലുകളും ക്രൂശിൽ ആണികൊണ്ട് തറയ്ക്കപ്പെട്ടു. പ്രപഞ്ച സൃഷ്ടാവും മാലാഖമാരുടെ നാഥനും കുരിശിൽ തറയ്ക്കപ്പെട്ടു. ജീവവൃക്ഷമാകുന്ന മശിഹാ തമ്പുരാൻ വിനയപ്പെട്ട് അധിക്ഷേപവും അപഹാസവും സ്വീകരിച്ച് കുരിശിലേക്ക് കയറി സ്വമനസാലെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടവൻ മശിഹ മഹിമയോടെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സഹനവും മരണവും ഉയർപ്പും സമന്വയിപ്പിക്കുന്ന കുരിശ് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്ലീബ ആയി. ഇത് രക്ഷാകരമായ കഷ്ടാനുഭവവും ജീവദായകമായ അനുഭവവും ആണ്. ആരാധനാക്രമങ്ങളിൽ രക്ഷാകരമായ കുരിശ്, ജീവകരമായ സ്ലീബ, വിജയകരമായ കുരിശ്, ജീവനുള്ള കുരിശ് എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു. കുരിശിനെ വിജയത്തിന്റെ പാദരക്ഷയുടെ ആയുധം, അജയ്യമായ ഭുജം, മഹത്തരമായ അടയാളം, ജീവിക്കുന്ന മുദ്ര എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. കുരിശിന്റെ അർത്ഥവും വ്യാപ്തിയും ജനിപ്പിക്കുന്ന ശക്തമായ പ്രതീകമാണ് കുരിശുമരം. ജീവവൃക്ഷമാകുന്ന മശിഹാ തമ്പുരാൻ കുരിശിലേക്ക് കയറിയെന്നും ജീവനുള്ള കുരിശ് പാപത്തെ ക്രൂശിൽ തറച്ചു എന്നും കുരിശുമരത്തിന്മേൽ നീ തറയ്ക്കപ്പെട്ടു എന്നുമാണ് പീഡാനുഭവ ശുശ്രൂഷയിൽ നാം വായിച്ചു കേൾക്കുന്നത്. ജീവമരം, കുരിശുമരം, ജീവനുള്ള കുരിശ് എന്നീ പ്രതീകങ്ങൾ കുരിശിന്റെ സജീവതയെയും ജീവദായകതയെയും വിളിച്ചറിയിക്കുന്നു. ജീവനും ജീവദായകനുമായ കുരിശ് പ്രത്യാശയുടേതാണ്. കുരിശുമരത്തിലെ ജീവൻ അമൃതത്വം നൽകുന്നു. മരം എപ്പോഴും വളർച്ചയുടെ പ്രതീകമാണ്. തണൽ, കുളിർമ, സംരക്ഷണം, ശുദ്ധീകരണം എന്നിവ പകരുന്നു. ജീവമരം എന്ന കുരിശ് മരം ജീവന്റെയും പ്രത്യാശയുടെയും സമൃദ്ധിയുടെയും അടയാളമാണ്. അതിനാൽ കുരിശ് തണ്ടിന്മേൽ വയ്ക്കപ്പെട്ട മഹാദീപം എന്നും നീതി സൂര്യൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്നും ഞങ്ങൾക്ക് വേണ്ടി സ്ലീബായിൽ തൂങ്ങിയെന്നും യേശുവിന്റെ പീഡാനുഭവത്തെ പ്രകീർത്തിക്കുന്നു. ജീവകരമായ സ്ലീബ രക്ഷാകരമായ അടയാളമായതിനാൽ സഭയെ കുരിശുകൊണ്ട് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവറിയിൽ ക്രൂശ് മരണം പൂർണ്ണകരമായ ജീവനുള്ള ബലിയാണ്. കുരിശിന്റെ മാർഗം യഥാർത്ഥ വഴിയും സത്യവും ജീവനും പങ്കിടുന്നതാണ്. ദൈവപുത്രന്റെ കുരിശിനെ ഹൃദയത്തിന്റെ പലകമേൽ രൂപപ്പെടുത്തി ആത്മ കണ്ണാൽ നോക്കി വന്ദിക്കേണ്ടതാകുന്നു. കുരിശിന്റെ മുമ്പാകെ വന്ദിക്കുന്നത് കുരിശിൽ തറയ്ക്കപ്പെട്ട കർത്താവിനെയും തന്റെ കുരിശുമരത്തെയും വന്ദിക്കുകയത്രേ എന്ന് പരിശുദ്ധ പട്ടശ്ശേരി തിരുമേനി രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിലെ പല സംഭവങ്ങളും പ്രവർത്തനങ്ങളും കുരിശിന്റെ രക്ഷാകരമായ പദ്ധതിയെ മുൻകൂട്ടി വെളിപ്പെടുത്തുന്നതായി ഗുരുക്കന്മാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. കുരിശിന്റെ മഹത്തായ ദർശനം യേശു വെളിപ്പെടുത്തുന്നത് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക എന്ന പ്രഖ്യാപനത്തിലാണ്. നിന്നയും തിരസ്കാരവും മുൾക്കിരീടവും വിമോചനവും കുരിശിന്റെ വഴിയാണ്. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ അന്തസത്ത കുരിശിന്റെ ജീവിതമാണ്. പരസ്യ ശുശ്രൂഷയിൽ 3 പ്രാവശ്യം യേശു പീഡാനുഭവത്തെയും ക്രൂശ് മരണത്തെയും സൂചിപ്പിക്കുന്നു. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 16, 21, 17, 22, 22, 23 എന്നീ ഭാഗത്ത് നമുക്കിത് കാണുവാൻ സാധിക്കും.
യേശുവിനെ അനുഗമിക്കുന്നവർ ക്രൂശിനെ സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. കുരിശിന്റെ അടയാളം ക്രിസ്തുവിന്റെ മഹത്തായ രണ്ടാം വരവിന്റെ പ്രതീകവും ആശീർവാദത്തിന്റെ ചിഹ്നമായും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന്റെ ഭാവമായും കണക്കാക്കപ്പെടുന്നു. വിശ്വാസത്തിന്റെ പരിചയായ കുരിശ് വിശുദ്ധ മാമോദീസായിൽ കൂടി ആദ്യം ലഭ്യമാകുന്നു. കുരിശിന്റെ അടയാളം ദൈവജനത്തിന്റെ അടയാളമാണ്. വിശുദ്ധീകരിക്കപ്പെട്ട് സഭയെ ശുശ്രൂഷിക്കുവാനും സഭയുടെ കൂദാശ അനുഭവങ്ങൾ പങ്കുചേരുവാനും വിശ്വാസികളെ ക്രൂശിന്റെ അടയാളത്തിലൂടെ സജ്ജമാക്കുന്നു. ഓർത്തഡോക്സ് ആരാധനാക്രമത്തിൽ കുരിശ് നിത്യജീവൻ അവകാശമാക്കുന്നതിന്റെ വാഗ്ദാനമാണ്. കുരിശിനെ ഏദൻ തോട്ടത്തിന്റെ ജീവവൃക്ഷമായി താരതമ്യം ചെയ്യുന്നുണ്ട്. വലിയ മാർ ബസേലിയോസ് ക്രിസ്ത്യാനികൾ ജീവവൃക്ഷമായി തീരണമെന്ന് പ്രബോധിപ്പിക്കുന്നു. കുരിശ് ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള കോവണിയാണ്. കുരിശനായ യേശുവിന്റെ ജീവിതം യാക്കോബ് കണ്ട കോവണിയുടെ പ്രതീകമാണ്. മലഹമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ചയുടെ അനുഭവം. കുരിശ് യേശുവിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ സംവേദിപ്പിക്കുന്നതിന് മാത്രമുള്ളതല്ല, കുരിശ് മനുഷ്യവർഗത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ളതുമാണ്. കുരിശിന്റെ അനുഭവത്തിൽ എത്തിച്ചേരുമ്പോഴാണ് യഥാർത്ഥ രൂപാന്തരം ശുഭമായ ജീവജല നദിയും ജീവവൃക്ഷവും ക്രിസ്തീയ പ്രത്യാശയുടെയും ജീവന്റെയും പുതുലോക പ്രതീകവും ആകുന്നത്. ഭൗതിക മോഹങ്ങളെ പരിത്യജിക്കുക, ക്രിസ്തു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, ക്രിസ്തു സ്നേഹവും വെളിപ്പെടുത്തുക എന്നിവയിൽ അടിസ്ഥാനമിട്ടെങ്കിൽ മാത്രമേ കുരിശിന്റെ സ്നേഹവും ശിഷ്യത്വവും പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയൂ. ക്രിസ്തുവിന്റെ കുരിശ് ബലിയർപ്പണത്തിന്റെയും പരിത്യാഗത്തിന്റെയും ശുശ്രൂഷയാണ്. ജീവൻ പങ്കെടുക്കുന്നതും ജീവിക്കുന്നതുമായ ഏകരമായ മുദ്രയാണിത്. കുരിശ് വരയ്ക്കുന്നത്, കുരിശ് വഹിക്കുന്നതും കുരിശിക്കപ്പെടുവാനാണ്. തിന്മകളെയും പ്രലോഭനങ്ങളെയും സ്വാതന്ത്ര്യതകളെയും പരിത്യജിക്കുവാൻ കഴിയണം. കാൽവറിയിൽ വെളിപ്പെട്ട ക്രിസ്തു സ്നേഹത്തോട് ഉള്ള സമ്പൂർണ്ണ സമർപ്പണമാണിത്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ഇത് നിർവഹിക്കണം. കുരിശ് വിജയക്കൊടിയും ക്രിസ്തീയ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകവുമാണ്. പ്രത്യാശയുടെയും ജീവന്റെയും ഉറപ്പിന്റെയും അടയാളമാണ്. ക്രിസ്തുവിന്റെ സഹനം, തിരസ്കരണം, ക്രൂശീകരണം ഇവയിൽ പങ്കാളിയായാൽ മാത്രമേ ഒരുവൻ ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുകയുള്ളൂ. കുരിശ് എന്നാൽ കഷ്ടത, അപമാനം, തിരസ്കരണം എന്നിവയാണ്. ഇത് യേശുവിന്റെ ശിഷ്യത്വത്തിന്റെ അഭേദ്യ ബന്ധമാണ്. നാം ഇത് കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ ആ കുരിശിലേക്ക് നോക്കുവാൻ നമുക്ക് ഏവർക്കും വളരെ താല്പര്യം ഉണ്ടാകും. കാരണം യേശു ക്രൂശിക്കപ്പെട്ടതായ ആ കുരിശുമരത്തിലേക്ക് നോക്കുക എന്നത് നമുക്ക് രക്ഷ പ്രാപിക്കുവാനുള്ള ഏക മാർഗമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആയതിനാൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് 2 നേരം എങ്കിലും പ്രാർത്ഥിക്കുകയും വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുകയും ഭക്തിഗാനങ്ങൾ മനസ്സിൽ തട്ടിച്ച് പാടുകയും അതോടൊപ്പം തന്നെ ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. തൻ്റെ പിതാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ആര് സേവിക്കുന്നുവോ അവർക്ക് ഈ ലോകത്തിൽ ഒരു വിഷമവും പ്രയാസവും കൂടാതെ ബാക്കിയുള്ള ജീവിതം ആത്മീയമായി ജീവിക്കുന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ ഒരു നിക്ഷേപവും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ സംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.